Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and today we are continuing from our previous classes. From the previous classes we have completed till part 18 of our Indian Constitution, that is up to Article 360. Today we are discussing the remaining part on important articles in India. നമ്മുടെ മുൻ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുടെ 18ാമത്തെ പാർട്ട് വരെയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്തെ പ്രധാന ആർട്ടിക്കിളാണ് ചർച്ച ചെയ്യുന്നത്. സോ ഫസ്റ്റ്ലി പാർട്ട് 19 മിസ്സല്ലേനിയസ്. പാർട്ട് 19 miscellaneous. The articles included in this part Article 361 to 367. Article 361 to 367 included in Part 19 miscellaneous. The important article in this part is only one article is very important in this part. Article 363A. Article 363A. Article 363A is the recognition granted to rulers of Indian states to cease and privy purse to be abolished. It is the recognition granted to rulers of Indian states to cease and privy purse to be abolished. It means the concept of rulership, privilege, privy purse, etc. allowed to the rulers of the former Indian princely states or other states, they are all abolished. All the privilege, rulership concept, privy purse, all are allowed to the rulers of the former Indian states. All of them are abolished. That is says in Article 363A. Privy purse are the payments made to the families of the former Indian princely states. Privy purse are the payments made to the families, the remaining rulers or the family members of the previous or the former Indian princely states. That was privy purse. So by Article 363A, that privy purse and other privileges or some concepts of rulership allowed to them even after Indian independence, all those matters are abolished. That is says in Article 363A. അപ്പോൾ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഭരണഘടനയുടെ പാർട്ട് 19 മിസ്സല്ലേനിയസ് അല്ലെങ്കിൽ പലവക എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. പാർട്ട് 19 മിസ്സല്ലേനിയസ്. ഈ മിസ്സല്ലേനിയസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് 361 മുതൽ 367 വരെയുള്ള ആർട്ടിക്കിളാണ്. 361 മുതൽ 367 വരെയുള്ള ആർട്ടിക്കിളാണ് ഭരണഘടനയുടെ ഈ ഭാഗത്തെത്തുന്നത്. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് നമ്മൾ നോക്കുന്നത്. ആർട്ടിക്കിൾ 363A, ക്യാപിറ്റൽ എ. ആർട്ടിക്കിൾ 363A. ആർട്ടിക്കിൾ 363A പറയുന്നത് റെക്കഗ്നീഷൻ ഗ്രാൻഡഡ് ടു റൂളേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു സീസ് ആൻഡ് പ്രിവി പഴ്സ് ടു അബോളിഷ് എന്നാണ്. അതായത് നാട്ടുരാജ്യങ്ങൾക്കും പുത്രികാ രാജ്യങ്ങൾക്കും നിലവിൽ അനുവദിച്ചിരുന്ന പ്രത്യേക പരിഗണനകൾ, അവർക്ക് അധികാരം ഉണ്ടായിരുന്ന കാലത്ത് അനുവദിച്ചിരുന്ന ചില പ്രത്യേക ആനുകൂല്യങ്ങൾ, പ്രിവി പഴ്സ് മുതലായവയുടെ നിരോധനത്തെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 363A. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിലെ അവിടെ നാട്ടുരാജ്യങ്ങളിലെ നിലവിലത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന രാജാക്കന്മാരുടെ അനന്തരാവകാശികളുടെ അവർക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായതിനു ശേഷം അവർക്ക് നിലനിൽപ്പില്ല. ആ സ്ഥിതിക്ക് അവർക്ക് അവരുടെ മുൻകാല
പാരമ്പര്യത്തിന് അനുസൃതമായിട്ട് അനുവദിച്ചിരുന്ന ചില പ്രത്യേക ആനുകൂല്യങ്ങൾ, പ്രിവി പേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 363A. പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഒരു പ്രത്യേക തരം ഫണ്ടാണ്. ഒരു മാസം പെൻഷൻ പോലെ അവർക്ക് അനുവദിച്ചിരുന്ന ഒരു പേയ്മെൻ്റ് ആണ്. ഗവൺമെൻറ്റിൽ നിന്നും ഓരോ രാജകുടുംബത്തിനും അനുവദിച്ചിരുന്ന ഒരു ഫണ്ട് അല്ലെങ്കിൽ പേയ്മെൻറ്റ്, പെൻഷൻ പോലെയുള്ള ഒരെണ്ണമായിരുന്നു പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിവി പേഴ്സ് അവർക്ക് രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് അനുവദിച്ചിരുന്ന ആനുകൂല്യങ്ങളുടെ ചില ഭാഗങ്ങൾ, പ്രത്യേക പരിഗണനകൾ, ഇതൊക്കെ നിലവിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും. അവയൊക്കെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 363A. അപ്പോൾ 363A പറയുന്നത് ഭരണഘടന പ്രകാരം നിലവിൽ നൽകിക്കൊണ്ടിരുന്ന പ്രിവി പേഴ്സ്, പ്രത്യേക ആനുകൂല്യങ്ങൾ, കൺസെപ്റ്റ് ഓഫ് റൂളർഷിപ്പ് മുതലായ കാര്യങ്ങൾ ആർക്ക് നൽകിയിരുന്നതാണ്? പ്രിൻസിലി സ്റ്റേറ്റിലെ നിലവിലത്തെ അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ നിലവിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നൽകിക്കൊണ്ടിരുന്ന പ്രത്യേക പരിഗണനകൾ, രാജകുടുംബത്തിന് നൽകിയിരുന്ന പ്രത്യേക പരിഗണനകളും പേയ്മെൻറ്റുകളും ഒക്കെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് 363A. ഇപ്പം ഭരണഘടനയുടെ പാർട്ട് 19 എന്ന് പറയുന്നത് മിസ്സല്ലേനിയസ് അല്ലെങ്കിൽ പലവക എന്ന് പറയുന്ന ഭാഗത്ത് 363(1) മുതൽ 367 വരെയുള്ള ആർട്ടിക്കിളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് 363A. 363A പ്രകാരം എന്താണ് നടക്കുന്നത്? പണ്ടുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിലെയും പുത്രിക രാജ്യങ്ങളിലെയും ഒക്കെ നിലവിലത്തെ അന്തരാവകാശികൾക്ക് അനുവദിച്ചിരുന്ന ചില പ്രത്യേക തരത്തിലുള്ള പരിഗണനകളും പ്രത്യേക ആനുകൂല്യങ്ങളും പ്രിവി പേഴ്സ് പോലെയുള്ള പേയ്മെൻറ്റുകളും റദ്ദ് ചെയ്തു. അതാണ് പാർട്ട് 19 പ്രധാന ആർട്ടിക്കിളായ 363A പറയുന്നത്. So, move to the next part, very important part, part 20, Amendment of Indian Constitution. Part 20, Amendment of Indian Constitution. It is a very important part. Only one article is included in this part, Article 368. So, the question about what was the part related to amendment, the answer is part 20. What is the article related to amendment? The answer is Article 368. So the part related to amendment is part 20 and the article related to amendment is Article 368. So part 20 is dealing with the amendment of Indian Constitution. The important points in this article is only the Parliament has the power to make amendments in the Constitution. Only the Indian Parliament has the power to make amendments in the Constitution. Procedure of amendment starts or initiated only by the introduction of a bill, an amendment bill. The procedure of amendment starts or initiated only by the introduction of a bill, an amendment bill, in either of the House of the Parliament. It is not compulsory to introduce the bill in Lok Sabha or Rajya Sabha. The amendment bill may initiated in either house of the Parliament. And when bill passed in each house, passed it by a 2/3 majority. The bill may passed in each house by a 2/3 majority. Then only the bill presented to the President for his assent. And when the President give his assent, the said amendment shall stand. It came into existence. So the procedure starts when a bill related to the amendment, that is the amendment bill, it may introduce in either house of the Parliament. And when the bill passed in both the houses separately by a 2/3 majority. The amendment bill may pass in both the houses by a 2/3 majority. And then it presented to the President for his assent. And when he give his assent, the amendment shall stand, or the amendment came into existence, or it is valid. The first amendment of Constitution enacted in 1951. And it was related to the land reforms and certain changes in fundamental rights. The first amendment of Constitution
enacted in 1951, and it was related to the land reforms and certain changes in fundamental rights. The latest amendment, that is 101th Amendment, it was enacted in 2007 related to GST. The latest amendment enacted on 2017 related to GST, that is the 101th Amendment. First amendment in 1951 and the latest 101th Amendment in 2017. So that's all the important point relating to Part 20 Amendment. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ പാർട്ട് 20 അമെൻമെന്റ് അഥവാ ഭേദഗതി എന്ന് പറയുന്ന ഭാഗമാണ്. അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി, അതാണ് ഭരണഘടനയുടെ പാർട്ട് 20 എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി. ഈ ഭാഗത്ത് ഒരു ആർട്ടിക്കിളാണുള്ളത്, ഒറ്റ ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, ആർട്ടിക്കിൾ 368. അപ്പോൾ അമെൻമെന്റുമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പാർട്ട് 20 ആണ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 368 ആണ്. അപ്പോൾ പാർട്ട് 20 ആണ് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പാർട്ട്. 368 ആണ് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. പാർട്ട് 20 ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, ആർട്ടിക്കിൾ 368. അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന പ്രക്രിയ തുടങ്ങുന്നത്, ഈ പ്രക്രിയ ചെയ്യാനുള്ള ഒരേ ഒരു അവകാശം അമെൻമെന്റ്, അതിൽ അമെൻമെന്റ് ചെയ്യാനുള്ള ഒരേ ഒരു അവകാശം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. അതായത് ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഇവർ മൂന്നും കൂടി ചേർന്ന് മാത്രമേ അമെൻമെന്റ് നിലവിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ. ആർക്കും സെപ്പറേറ്റ് ആയിട്ടോ സ്വന്തമായിട്ടോ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അമെൻമെന്റ് ചെയ്യുന്നതിനുള്ള പരമാധികാരം പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ സഭകൾ മാത്രമല്ല, രണ്ട് സഭകളും പ്രസിഡന്റും കൂടി ചേരുന്നതാണ് എപ്പോഴും പാർലമെന്റ്. ഒരിക്കലും അത് സഭകൾ മാത്രമായി ഒതുങ്ങുന്നില്ല. രണ്ട് സഭകളും പ്രസിഡന്റും കൂടെ ചേരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ രാഷ്ട്രപതിയും കൂടെ ചേരുമ്പോൾ മാത്രമേ അത് പാർലമെന്റ് ആകുകയുള്ളൂ. അപ്പോൾ പാർലമെന്റിന് മാത്രമേ അമെൻമെന്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇനി ഈ പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുന്നത്? ആദ്യം അമെൻമെന്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ തുടങ്ങുന്നത് അമെൻമെന്റുമായി ബന്ധപ്പെട്ട ബിൽ, അതായത് അമെൻമെന്റ് ബിൽ സഭയിൽ, ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും ഒരു സഭയിൽ ആദ്യം ഈ ബിൽ അവതരിപ്പിക്കണം. നിർബന്ധമില്ല ലോക്സഭയിൽ തന്നെ അവതരിപ്പിക്കണമെന്നോ രാജ്യസഭയിൽ തന്നെ അവതരിപ്പിക്കണമെന്നോ, രണ്ടിലേതെങ്കിലും ഒരു സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ബിൽ, അമെൻമെന്റ് ബിൽ അവതരിപ്പിച്ചിരിക്കണം. പക്ഷെ പാസ്സാക്കുമ്പോൾ രണ്ട് സഭകളും പ്രത്യേകം 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഇത് പാസ്സാക്കിയിരിക്കണം. അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിച്ചാൽ മതി, പക്ഷെ പാസ്സാക്കുമ്പോൾ രണ്ട് സഭകളും വെവ്വേറെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അമെൻമെന്റ് ബിൽ പാസ്സാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. ഇനി രണ്ട് സഭകളും 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയ ബില്ല് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട്. പ്രസിഡന്റ് അതിൽ ഒപ്പിട്ട് അംഗീകാരം നൽകി കഴിയുമ്പോൾ മാത്രമേ അമെൻമെന്റ് എന്താവുകയുള്ളൂ, സാധുതയുണ്ടാവുകയുള്ളൂ, അതിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പാർലമെന്റിന് മാത്രമേ ഭരണഘടനാ ഭേദഗതി വരുത്താനുള്ള അധികാരമുള്ളൂ. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു സഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. ഏത് ബില്ല്? അമെൻമെന്റ് ബില്ല് അവതരിപ്പിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുന്നതിന് ശേഷം എന്താണ്? രണ്ട് സഭകളും, അവതരിപ്പിച്ച സഭയും മറ്റേ സഭയും, രാജ്യസഭയാണെങ്കിൽ ലോക്സഭ, ലോക്സഭയാണെങ്കിൽ രാജ്യസഭ, രണ്ട് സഭകളും വെവ്വേറെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഈ ബില്ല് പാസ്സാക്കിയിരിക്കണം, അമെൻമെന്റ് ബിൽ. അതിനുശേഷം അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നു. പ്രസിഡന്റ് അതിൽ ഒപ്പിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമേ എന്താകുകയുള്ളൂ, അത് അമെൻമെന്റ് ആകുകയുള്ളൂ. അപ്പോൾ പാർട്ട് 20 എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമെൻമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. ഈ ഭാഗത്ത് ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമാണുള്ളത്, ആർട്ടിക്കിൾ 368. 368 പറയുന്നത് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിന് മാത്രമാണ്. ഇനി എങ്ങനെയാണ് ഈ പ്രൊസീജിയർ നടക്കുന്നത്? അമെൻമെന്റുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ബിൽ ഏതെങ്കിലും ഒരു സഭയിൽ ആദ്യം അവതരിപ്പിക്കണം. രണ്ട് സഭകളും അത് വെവ്വേറെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കിയിരിക്കണം. അതിനുശേഷം അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കണം.
പ്രസിഡന്റ് അത് അംഗീകരിച്ചു കഴിയുമ്പോൾ അതെന്താകും? അമെൻമെൻ്റ് ആകും. ഇനി ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അമെൻമെൻറ്റ് നടക്കുന്നത് 1951 1951 ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി നടക്കുന്നത്. അത് ഭൂപരിഷ്കരണവും മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾപ്പെട്ട വളരെ നീണ്ട ഒരു അമെൻമെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് അമെൻമെൻ്റ് എന്ന് പറഞ്ഞത് 1951 അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് ഭൂപരിഷ്കരണം അല്ലെങ്കിൽ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ടതായിരുന്നു. രണ്ടാമത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുത്തിയ ചില മാറ്റങ്ങളായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് അമെൻമെൻറ്റ് 1951 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒന്ന് ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണം, രണ്ടാമത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുത്തിയ ചില മാറ്റങ്ങൾ. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് എത്രയാണ്? ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് 101ാമത്തെ അമെൻമെൻ്റാണ് ഏറ്റവും ലേറ്റസ്റ്റ്. 2017 സാധുത നൽകിയ 101ാമത്തെ അമെൻമെൻ്റാണ് ഈ പട്ടികയിൽ അവസാനത്തത്. അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ജി എസ് ടിയുമായി ബന്ധപ്പെട്ട അമെൻമെൻ്റാണ് 2017 പുറത്തിറങ്ങിയ 101ാമത്തെ അമെൻമെൻറ്റ്. ഇപ്പോൾ ആദ്യത്തെ അമെൻമെൻറ്റ് 1951, 101ാമത്തത് 2017. അമെൻമെൻറ്റുകളെ പറ്റിയും അമെൻമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളുടെ ലിസ്റ്റും അവയെപ്പറ്റിയുള്ള വിവരണവും നമ്മൾ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്ന തുടർന്ന് വരുന്ന ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഭരണഘടനയുടെ പാർട്ട് 20 എന്ന് പറയുന്നത് അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ടാണ്. പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഒരെണ്ണം മാത്രമേ ഈ പാർട്ടിലുള്ളൂ, ആർട്ടിക്കിൾ 368. ഇത് പ്രകാരം പാർലമെൻറ്റിന് മാത്രമാണ് അമെൻമെൻറ്റ് ചെയ്യാനുള്ള അവകാശം. രണ്ട് സഭകളിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. ആ ബില്ല് രണ്ട് സഭകളും 3/2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കിയിരിക്കണം. അതിനുശേഷം പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നു, അദ്ദേഹം അംഗീകാരം നൽകുന്നു, അമെൻമെൻറ്റ് നിലവിൽ വരുന്നു. ഇനി ആദ്യത്തെ അമെൻമെൻറ്റ് എന്താണ് വന്നത്? 1951. ആ അമെൻമെൻറ്റിലെ പ്രധാന പോയിന്റുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ലാൻഡ് റിഫോംസ് ആയിരുന്നു, ഭൂപരിഷ്കരണവും. മറ്റൊന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുത്തിയ ചില മാറ്റങ്ങളും. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് ഏതാണ്? 2017 വന്ന 101ാമത്തെ അമെൻമെൻ്റ് ആയിരുന്നു. എന്തായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടത്? ജി എസ് ടി ആയിരുന്നു 101ാമത്തെ അമെൻമെൻറ്റ്. So friends, that's all about the part 20 amendment. The details of the amendment bill and important amendment we will discuss in detail in our ongoing classes, in the coming classes related to amendment. Next one is part 21. Part 21 is related to temporary transition and special provisions. Part 21 is related to temporary transition and special provisions. The articles included in part 21 is not like other articles. So they are classified and made a group and included in this part 21. The article in this part has a special character or special nature. So they combine and form together a separate part 21. Temporary, transitional and special provisions. Article 369 to 392. Article 369 to 392 included in part 21. Temporary, transitional and special provision. The articles are not classified in any other part due to the specialized nature. So look to the important articles included. First one is Article 370. Article 370. Article 370 is related to the temporary provision or special provision related to the state of Jammu and Kashmir. The temporary provision or the special provisions or the special status of Jammu and Kashmir, that is included in Article 370. Article 370 gives Jammu and Kashmir special status like separate flag, separate constitution, etc. Article 370 gives Jammu and Kashmir special status like a separate flag, separate constitution, etc. And it also gives Jammu and Kashmir an autonomous status, not like the other states. Article 370 gives Jammu and Kashmir
an autonomous status. It is not like the other states in India. And the union has restriction to interfere into the Jammu and Kashmir state matters. Even it include even the list, the union, state and concurrent list. So Article 370 is related to the temporary provision or the special provision related to Jammu and Kashmir. It gives Jammu and Kashmir special status like a separate flag, separate constitution, etc. It gives Jammu and Kashmir autonomous status, and the union has restriction to interfere into Jammu and Kashmir state matters, including the list. Next important article is Article 371. Article 371 is related to special provision relating to the state of Maharashtra and Gujarat. Article 371 is related to special provision relating to Maharashtra and Gujarat. Article 371A, small a, Article 371A. It is related to the special provisions of state of Nagaland. Article 371A is related to special provision related to state of Nagaland. Article 371B. It is related to the special provisions of state of Assam. Article 371B is related to special provisions related to the state of Assam. Article 371C is related to special provisions of related to state of Manipur. Article 371C is related to the special provisions related to state of Manipur. Article 371D related to special provisions related to state of Andhra Pradesh. Article 371D is related to special provisions related to the state of Andhra Pradesh. Article 371E. Article 371E is related to the formation or the establishment of Central University in state of Andhra Pradesh. Article 371E is related to the formation or the establishment of Central Universities in Andhra Pradesh. Article 371F is related to special provisions relating to state of Sikkim. Article 371F is related to special provisions related to Sikkim. Article 371G. Article 371G is related to the special provisions relating to the state of Mizoram. Article 371G is related to special provisions relating to the state of Mizoram. Article 371H. It is related to the special provisions related to the state of Arunachal Pradesh. Article 371H is the article related to special provisions related to the state of Arunachal Pradesh. Article 371I. It is related to the special provisions relating to the state of Goa. Article 371I is related to the special provisions relating to Goa. Article 371J is related to special provisions relating to the state of Karnataka. Article 371J is related to special provisions related to the state of Karnataka. So Article 370 is related to the special provisions of Jammu and Kashmir, and all other articles from Article 371 to 371J, 371A to 371J, all are related to special provisions of other state, but they are not so important. So we are not discussing that in detail. Just knowing what are the articles related to special provisions of which state. The article related to Jammu Kashmir is an important one, so we discuss it in detail. All other articles are the special provisions relating to separate states. They are not so important matters. അപ്പോൾ ഭരണഘടനയുടെ പാർട്ട് 21 കടക്കുകയാണ്. ഭരണഘടന പാർട്ട് 21 ടെമ്പററി
ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ എന്ന ഭാഗമാണ്. ഭരണഘടനയുടെ താൽക്കാലികവും അവസ്ഥാന്തരവും പ്രത്യേകവുമായിട്ടുള്ള പ്രൊവിഷനുകളാണ് പാർട്ട് 21 വരുന്നത്. ടെമ്പററി, ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ, താൽക്കാലികവും അവസ്ഥാന്തരവും പ്രത്യേകതരവുമായിട്ടുള്ള പ്രൊവിഷനുകൾ, അതാണ് പാർട്ട് 21 പറയുന്നത്. ആർട്ടിക്കിൾ 369 മുതൽ 392 വരെയുള്ള ആർട്ടിക്കിളാണ് ഈ ഭാഗത്തുള്ളത്. ആർട്ടിക്കിൾ 369 മുതൽ 392 വരെയുള്ള ആർട്ടിക്കിളാണ് ഭരണഘടനയുടെ പാർട്ട് 21 എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഈ ഭാഗത്ത് വരുന്ന ആർട്ടിക്കിളുടെ പ്രത്യേകത, അവയ്ക്കൊരു പ്രത്യേകതര സ്വഭാവമില്ലാത്തതിനാൽ അവയെ ഒരുമിച്ച് ചേർത്ത് ഈ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അവയുടെ താൽക്കാലികവും പ്രത്യേകതരവും അവസ്ഥാന്തരവുമായിട്ടുള്ള പ്രത്യേകതകൾ കാരണം അവയെ ഒരുമിച്ച് പാർട്ട് 21 ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഭരണഘടനയ്ക്ക് എടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അവയെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പാർട്ടാണ് പാർട്ട് 21. ഇവയ്ക്ക് മറ്റു പാർട്ടുകളുമായിട്ട് ബന്ധമില്ല. പാർട്ട് 21 പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആദ്യത്തേത് ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രത്യേകതരം പ്രൊവിഷനാണ്, സ്പെഷ്യൽ പ്രൊവിഷൻ. ജമ്മു ആൻഡ് കാശ്മീരിന് കൊടുത്തിരിക്കുന്ന പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 370 പറയുന്നത്. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി അവർക്ക് എന്തൊക്കെ നൽകുന്നുണ്ട്? ഒരു പ്രത്യേക ഭരണഘടന, പ്രത്യേക പതാക മുതലായവ നൽകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇന്ത്യയിൽ നിന്ന് വേർതിരിച്ചൊരു ഭരണഘടനയോ ഒരു പതാകയോ ഒന്നുമില്ല. നമ്മുടെ പതാക ഇന്ത്യൻ പതാക തന്നെയാണ്. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേകം പതാകയും പ്രത്യേകം ഭരണഘടനയും ഒക്കെ ഉണ്ട്. അത് ഈ 370 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരം ലഭിച്ചതാണ്. അതുകൂടാതെ ജമ്മു ആൻഡ് കാശ്മീരിന് എന്തുണ്ട്? ഒരു സ്വയംഭരണ അവസ്ഥയാണുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലല്ല. ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു ഓട്ടോണോമസ് അല്ലെങ്കിൽ സ്വയംഭരണ രീതിയിലുള്ള ഭരണമാണ് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്ത് നടക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാരിന് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് എപ്പോഴും നിയന്ത്രണങ്ങളുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിന് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് എപ്പോഴും നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ ലിസ്റ്റിൻ്റെ കാര്യങ്ങളിൽ പോലും ആ നിയന്ത്രണം വരുന്നുണ്ട്. സ്റ്റേറ്റ്, യൂണിയൻ, കൺകറന്റ് നിയമം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോലും യൂണിയൻ ഗവൺമെൻറ്റിന് നിയന്ത്രണമുള്ളൊരു സംസ്ഥാനമാണ് ഏത്? ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ആർട്ടിക്കിൾ 370 പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക പദവിയെ പറ്റിയിട്ടാണ്. ഈ പ്രത്യേക പദവി അവർക്ക് എന്തൊക്കെ നൽകുന്നുണ്ട്? പ്രത്യേകം ഭരണഘടന, പ്രത്യേകം പതാക മുതലായവ നൽകുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് ഓട്ടോണോമസ് അല്ലെങ്കിൽ സ്വയംഭരണ രീതിയാണ് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്തിനുള്ളത്. ഇനി അതുകൂടാതെ കേന്ദ്രത്തിന് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന് നിയന്ത്രണമുണ്ട്. അതായത് നിയമം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പോലും യൂണിയൻ അല്ലെങ്കിൽ കേന്ദ്രത്തിന് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്ത് നിയന്ത്രണമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 370 പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 371 മുതൽ 371J വരെയുള്ള ആർട്ടിക്കിളുകൾ പല സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രൊവിഷൻസുകളാണ്. അതാത് സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്ന സമയത്തോ കൊണ്ടതിന് ശേഷമോ ഉള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 371 മുതൽ 371J വരെയുള്ളത്. അതിന് 370 പോലെ പ്രാധാന്യമില്ലാത്തത് കൊണ്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഏതൊക്കെ ആർട്ടിക്കിൾ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് മാത്രം പറഞ്ഞു പോവുകയാണ്. ആർട്ടിക്കിൾ 371 മുതൽ 371J വരെയുള്ള ആർട്ടിക്കിളുകൾ ചില സംസ്ഥാനങ്ങളുടെ രൂപവത്കരണ സമയത്ത് അല്ലെങ്കിൽ ആ രൂപവത്കരണം കൊണ്ടതിന് ശേഷമുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ മറികടക്കാൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 371 മുതൽ 371J വരെയുള്ള ഭാഗം. അപ്പോൾ അത് നമ്മൾ 370 പോലെ പ്രാധാന്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഏതൊക്കെ ആർട്ടിക്കിൾ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് മാത്രം ചർച്ച ചെയ്തു പോകുന്നു. അടുത്ത ആർട്ടിക്കിൾ 371. ആർട്ടിക്കിൾ 371 മഹാരാഷ്ട്രയും ഗുജറാത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്, സ്പെഷ്യൽ പ്രൊവിഷനാണ്. ആർട്ടിക്കിൾ 371 മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിനും കൂടിയുള്ള സ്പെഷ്യൽ പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 371.
ഇനി 371A സ്മാൾ ലെറ്റർ എ ആണ്. 371A മുതൽ ഓർഡറിൽ 371J വരെയാണ് നമ്മൾ പറയുന്നത്. 371A മുതൽ 371J വരെ. 371A ആർട്ടിക്കിൾ 371A നാഗാലാൻഡുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371A നാഗാലാൻഡുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371B ആസാമുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371B ആസാമുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371C മണിപ്പൂരുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371C മണിപ്പൂരുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371D ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371D ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371E ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371E ആന്ധ്രാപ്രദേശിലെ കേന്ദ്ര യൂണിവേഴ്സിറ്റി, കേന്ദ്ര സർവകലാശാലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 371E. ആർട്ടിക്കിൾ 371F സിക്കിമുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 371F സിക്കിമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 371G മിസോറാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 371G മിസോറാമുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 371H അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 371H അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 371I ഗോവയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 371I ഗോവയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 371J കർണാടകയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 371J കർണാടകയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഭരണഘടന പാർട്ട് 21 പറഞ്ഞു താൽക്കാലികവും അവസ്ഥാന്തരവും പ്രത്യേകതരവുമായിട്ടുള്ള പ്രൊവിഷൻസുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് പാർട്ട് 21. ആർട്ടിക്കിൾ 369 മുതൽ 392 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഈ ഭാഗത്ത് വരുന്നതെന്ന് പറഞ്ഞു. അല്ല, പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് നമ്മൾ നോക്കിയത്. ആദ്യത്തേത് 370 370 ജമ്മു കാശ്മീരിൻ്റെ സ്പെഷ്യൽ പ്രൊവിഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ പറയുന്നത് ജമ്മു കാശ്മീരിന് ഈ 370 ആർട്ടിക്കിൾ പ്രകാരം പ്രത്യേക ഭരണഘടന, പ്രത്യേക പതാക മുതലായവ ഉണ്ട്. ഇനി ജമ്മു കാശ്മീരിന് ഓട്ടോണോമസ് അല്ലെങ്കിൽ സ്വയംഭരണ സംവിധാനമുണ്ട്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നതിന് യൂണിയൻ ഗവൺമെൻറ്റിന് നിയന്ത്രണങ്ങളുണ്ട്, അത് ലിസ്റ്റുകളുടെ കാര്യത്തിൽ പോലും. ഇനി 371 മുതൽ 371J വരെ പല പല സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊവിഷൻസുകളാണ്. അതാത് സംസ്ഥാനങ്ങളുടെ രൂപവത്കരണ സമയത്തോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന സമയത്തോ ഉള്ള എന്തെങ്കിലും പ്രത്യേക സാഹചര്യം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ ആർട്ടിക്കിളുകളാണ്. അതാണ് നമ്മൾ അടുത്ത് നോക്കിയത്. ആർട്ടിക്കിൾ 371 മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ്. 371A നാഗാലാൻഡാണ്. 371B ആസാമാണ്. 371C മണിപ്പൂരുമായിട്ടുള്ളതാണ്. 371D ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടുള്ളതാണ്. 371E ആന്ധ്രാപ്രദേശിലെ കേന്ദ്ര സർവകലാശാലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 371F സിക്കിമിൻ്റേതാണ്. 371G മിസോറാമിൻ്റേതാണ്. 371H അരുണാചൽ പ്രദേശിൻ്റേതാണ്. 371I ഗോവയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 371J കർണാടകയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതാണ് ആർട്ടിക്കിൾ 371 മുതൽ 371J വരെ വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി ഉണ്ടാക്കിയ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. അത് 370 പ്രാധാന്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തില്ല. So friends, that's all about the important articles in our Indian Constitution. We have completed all the important articles in detail in the Indian Constitution. So we will continue to the next section, amendments, in our next class. അപ്പോൾ നമ്മൾ ഇതുവരെ ഭരണഘടനയുടെ പാർട്ട് 21 എന്ന് പറയുന്ന ഭാഗത്തിലെ ആർട്ടിക്കിളാണ് ചർച്ച ചെയ്തത്. ഇതുകൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗം അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഭാഗമാണ്. അവയെപ്പറ്റി നമ്മൾ
തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യും. നന്ദി.